Mary's butcher, Jesus Christ was born on Christmas Day. Feliz Navidad, Feliz Navidad, Feliz Navidad, prospera noia felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. We wanna wish you a Merry Christmas from the bottom of our heart. താങ്ക് യു. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ഓണത്തിനൊരു പ്രത്യേക മൂടാ, ക്രിസ്മസിനൊരു പ്രത്യേക മൂടാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴല്ലോ ആരായാലും ഇന്ന മതക്കാരെന്നൊന്നും ഇല്ല. ഈ പാട്ട് കേട്ട എന്താ പറയുക, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയാലും മൂളാത്ത ആരുമില്ലേ. ഇപ്പം ഇവർ പാടിയ പോലെ തന്നെ ഞാൻ മാത്രം എന്നല്ല, നമ്മളെല്ലാവരും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എല്ലാവരും നമ്മൾ ക്രിസ്മസ് സന്തോഷത്തോടെ ആഘോഷിക്കുകയും വിഷ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ മാത്രമല്ല, ഇന്ന് നമ്മുടെ ഈ ആനീസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം, എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. സസ്പെൻസ് ഇച്ചിരി പൊട്ടി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാര്യം ഒരു ആങ്സൈറ്റിയുടെ ഒക്കെ പുറത്തല്ലേ. ഫാദർ ജോർജ് പുത്തമ്പരക്കില്ല ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ. പിന്നെ ക്രിസ്മസ് ഫീസ്റ്റാണ് എന്നാ വിചാരിച്ചേക്കുന്ന ഒരു ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലോ സാധനം ഉണ്ടാക്കാൻ കിടക്കുന്നല്ലേ. വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഒരു വലിയൊരു ഫീസ്റ്റാണ് ഒരുക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാ വിഭവങ്ങളും നമുക്ക് ഒറ്റയടിക്ക് ഒരുക്കാൻ ഒക്കെയല്ല, സമയം ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ക്രിസ്മസ് മൂഡ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക മൂഡാണ്. ഇപ്രാവശ്യം ഞാൻ വൈനൊന്നും ഇടുന്നില്ല, വൈനൊക്കെ ഇട്ട് വെച്ചേക്കും, വൈനുള്ള നേരമൊന്നുമില്ല. ഇപ്രാവശ്യം എന്നാണെന്നറിയാമോ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്, സ്റ്റഫ്ഡ് ഫിഷ്. സ്റ്റഫ്ഡ് ഫിഷിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നാന്ന് ആദ്യം എഴുതിയെടുത്തോ. നേരമില്ല, ബുക്കും പേരും വേഗം എടുത്തോ. ഫസ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ അത് ഐറ്റം നമ്പർ 1 ആയിട്ട് എഴുതിക്കോണം. അത് നമ്മൾ സാധാരണ മീനിനകത്ത് സ്റ്റഫ് ചെയ്യുമ്പോഴത്തേക്ക് മീനിന് ആദ്യം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനം എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടിയത്. ഇത് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞില്ലേലും വെളുത്തുള്ളിയായിട്ടിരുന്നാലും മതി. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി സോയാ സോസ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി നാരങ്ങാനീര്. ഈ നാരങ്ങാനീര് ഇല്ലേൽ ഇച്ചിരി വിനാഗിരി എടുത്തേച്ചാലും മതി. പിന്നെ കുറച്ച് ഉപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ മീൻ നമ്മുടെ നാടൻ വിഭവമൊന്നും അല്ല, അതുകൊണ്ട് എന്നാന്നോ നമുക്കൊരു വെജിറ്റബിൾ ഓയിലാണ് വേണ്ടിയത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉണക്കമുന്തിരിയ, പിന്നെ ഒരു ബ്രെഡ് മേടിച്ച് വെച്ചാൽ അതിന് ഏറ്റവും കുഞ്ഞായിട്ട് അരിയാമെങ്കിൽ ഇതേപോലെ കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ട് അരിയണേ, അത് പോയിട്ട്. പിന്നെ സ്റ്റഫിങ്ങിനുള്ള സാധനമാണ് ഒരു വലിയ സവോള എടുത്ത് കുഞ്ഞായിട്ട് അരിയണം. നമ്മുടെ പിള്ളേരാണെങ്കിൽ പച്ചക്കറി കഴിക്കാൻ ഒത്തിരി പ്രയാസമാണ്, അതുകൊണ്ട് നമ്മുടെ കൈ കിട്ടുന്ന എന്നൊക്കെ പച്ചക്കറിയാണെന്നോ അതൊക്കെ അരിഞ്ഞു. എൻ്റെ കയ്യിലുള്ളത് ഇപ്പം ബീൻസ് ഉണ്ട്, പിന്നെ അന്നേരം ഒരു ഇച്ചിരി ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ഇച്ചിരി പച്ചമുളക്, അതും എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണേ. പിന്നെ ഇച്ചിരി മല്ലിയില, ഇച്ചിരി പുതിന ഇല. ഇത് ഇത്രയാ വേണ്ടിയത്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോസ് വേണം, അതായത് ടൊമാറ്റോ സോസ്. പിന്നെ അന്നേൽ ഒരു ഇച്ചിരി പഞ്ചസാര. പിന്നെ വേണ്ടിയത് ഒരു നമ്മുടെ മീൻ അങ്ങോട്ട് മുക്കി വറുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള മുട്ടയാണ്. അത് ഇത്രയൊന്നും പറയാൻ ഒക്കുകയില്ല, മീനിൻ്റെ വലുപ്പം അനുസരിച്ച്. പിന്നെ കുറച്ച് റൊട്ടിപ്പൊടി. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചേക്കുന്ന മീൻ ഏതാണെന്നോ ഒരു മുഴുത്ത മീൻ തന്നെയാണ് വേണ്ടത്. അത് ഈ ആകോലി ആവാം, അല്ലെങ്കിൽ വട്ടക്കണ്ണി എന്ന് പറയുന്ന മീനാവാം. ഇങ്ങനെ ആകോലി ഷേപ്പിനുള്ള മീനാണ് നല്ലത്. പാര, നല്ല വലിയ പാര കിട്ടുവാന്നേലാതെ. അത് ഞാൻ ഇപ്പം എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് അറിയാവോ?
വേണ്ട ഇതിനെ ഞാൻ മുഴുവനോടെ വൃത്തിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്റ്റഫിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഈ വയറിൻ്റെ ഭാഗം അവിടെയാന്നു ഞാൻ ഒരു വലിയ ഹോളാക്കി ഇട്ടേക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് ഒത്തിരി സ്റ്റഫിങ് ഒന്നും ചെല്ലുവേല. നമ്മൾ സാധാരണ കോഴിയിലാണ് സ്റ്റഫിങ് ഒക്കെ ചെയ്യുന്നത്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മീനയിലാണ് സ്റ്റഫ് ചെയ്യുന്നത്. മീനായാലും നമ്മൾ വെറുതെ വിടുകയില്ല, മീനിനായാലും പല പല ഡിഷസ്. നമ്മൾ എന്നും മീൻകറിയൊക്കെ കഴിച്ചാൽ എന്നാ വ്യത്യാസം അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് കുറച്ച് വ്യത്യാസമായിക്കോട്ടെ. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഐറ്റം നമ്പർ 1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം ഉണ്ടല്ലോ, ഇങ്ങോട്ട് മിക്സിയിലോട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചേച്ച് ആദ്യം നമുക്ക് മീനെ പുരട്ടി വെച്ചേച്ച് ബാക്കി സ്റ്റഫിങ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ മിക്സി എടുക്കട്ടെ. ഇതിപ്പോൾ എൻ്റെ ഒരു 5 വലിയ വട്ടക്കണ്ണിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അന്നേരം മുഴുത്തതായതുകൊണ്ട് ഇച്ചിരി ഏറെ അരപ്പ് വേണ്ടി വരും. നല്ലോണം മാരിനേറ്റ് ചെയ്യണേ. അതിനകത്തോട്ട് ആദ്യം ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇട്ടേച്ച് കുറച്ച് ഇഞ്ചി, എരിവ് കണക്കാക്കി വേണം കുരുമുളക് എടുക്കാനേ. മീനിനും ഇറച്ചിക്കും ഒക്കെ ആന്നേലും ഒരു ഇച്ചിരി ഉപ്പും പുളിയൊന്നും ഇല്ലേലും കൊള്ളുകയില്ല. അതുകൊണ്ട് ഇച്ചിരി എരിവ് വേണമെന്നുണ്ടല്ലോ എടുത്തു. എന്നാൽ ഒത്തിരി എരിവ് ആയിപ്പോവല്ല, കാര്യം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഡിഷിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയി പോകും. അതുകൊണ്ട് മീഡിയത്തിൽ നിന്ന് നമ്മൾ സാധാരണ എരിവുന്ന ഒരു ഇച്ചിരി കൂടി കൂടുതലാക്കിക്കോ, അത്രയും മതി. പിന്നെ ഒരു ഇച്ചിരി സോയാ സോസ്, ഒരുപാടല്ല, കുറച്ച്, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ പിടിച്ചോ. അത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, നാരങ്ങാനീരിനെക്കാട്ടിലും കുറച്ചുകൂടെ രുചി വരുന്നത് നമ്മുടെ നാട്ടിലാന്ന് പറയുവാന്നേൽ വിനാഗിരിയാണ്. വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഇച്ചിരി നമുക്ക് വിനാഗിരി ആയാലും നാരങ്ങാനീര് ഒഴിക്കുന്നതിനും 2 ഗുണം എന്നാന്ന് വെച്ചാൽ മീനിനകത്ത് ഉപ്പ്, എരിവ്, പുളി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇച്ചിരി പുളി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വിനീഗർ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര്. ഇത് പോയിട്ട് അതല്ലാതെ നമ്മൾ മീൻ വൃത്തിയാക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ച് കഴുകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങാത്തോടും കൂടെ ചേർക്കുവാന്നേൽ അതിൻ്റെ ആ ഉലുമ്പ് മണമൊക്കെ അങ്ങ് മാറുവേ. സാധാ മീൻ വറക്കുന്നതായിരുന്നു ഞാൻ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചേനെ, നല്ല സ്വാദാതിന്. ഇനി ആദ്യം നമുക്ക് മീനയിൽ ഈ അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് പുരട്ടി വെച്ചേച്ചാൽ അടുത്തത് തുടങ്ങാവേ. അന്നേരം മീനിൽ അരപ്പെല്ലാം നല്ലോണം അങ്ങ് പിടിക്കും. ഇതിനകത്ത് ഒരു കാര്യം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. എന്നാന്നോ? ഉപ്പിടാതെ അരച്ചു പോയി. പക്ഷെ എന്നാലും പേടിക്കാനൊന്നുമില്ല, നമ്മൾ മീനെ പുരട്ടിയൊന്നുമില്ലല്ലോ. എൻ്റെ അരപ്പിലോട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടേച്ചാൽ മതിയേ. അന്നേച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി വെച്ച് നമ്മൾ ഓരോ മീനയിലായിട്ട് പുരട്ടുക. സാധാരണ നമ്മൾ മീൻ വറക്കുമ്പോൾ പുരട്ടാൻ നേരം നമ്മുടെ ഞാനിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്തും കൂടെ നല്ലോണം അരപ്പ് തേക്കുവേ. പക്ഷെ ഇപ്രാവശ്യം അവിടെ അത്രയും അരപ്പ് തേക്കണ്ട. അകത്തോട്ടേ അരപ്പ് തേക്കരുത്, പുറത്ത് തന്നെ തേക്കാവുള്ളൂ. ഭാഗത്ത് ആ പോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ എന്നിട്ടുണ്ടല്ലോ നല്ലതായിട്ട് ക്ലീൻ ചെയ്യണേ. അതിനകത്ത് ഒട്ടും അഴുക്കൊന്നും ഇരിക്കാനൊക്കത്തില്ല. നല്ല നീറ്റായിട്ട് എന്നാ പറയുക, സോപ്പ് തേച്ച് നല്ല വൃത്തിയായിട്ട് കുളിക്കാന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആ വയറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ടിരുന്നാലേ നമ്മളത് ആ സ്റ്റഫിങ് ഒക്കെ ചെയ്തേച്ച് വരുമ്പോഴത്തേക്ക് അത് നീറ്റായിട്ടിരിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നുകയില്ല. ഇനി മീൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനിയാണോ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെക്കാനുള്ള സ്റ്റഫിങ്ങാണ് ഏറ്റവും എളുപ്പമുള്ള പണിയായത്. പക്ഷെ എന്നാൽ ഇച്ചിരി പണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല താനും, അങ്ങനത്തെ ഒരു കളിയാണ് ഇത്. ഇനി എന്നാ വെച്ചാൽ ഇതിനകത്ത് വെക്കാനുള്ള സ്റ്റഫിങ്ങാണ്. അത് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയല്ല, മുന്തിരിങ്ങ മാത്രമേ വെച്ചിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ ചെയ്തേക്കുന്നത് കുറച്ച് ബ്രെഡും
കുറച്ച് മുന്തിരിങ്ങായുവാ. അത് നമ്മൾ നെയ്യിലൊന്നും വറുക്കണ്ട, വെജിറ്റബിൾ ഓയിലെ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ വെജിറ്റബിൾസ് ഇല്ലേ, അത് മൊത്തം ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. ആദ്യം നമുക്ക് എന്നാ ചെയ്യാം, എണ്ണ ഒഴിച്ചേച്ച് ആദ്യം നമുക്ക് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരാവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഒരു സ്വല്പം ഒഴിച്ചാൽ മതി. എന്നാന്നോ നമുക്കത് എന്നാ പറയുന്നത്, ഒരുപാട് എണ്ണയിലിട്ട് വറുത്ത് കോരാനുള്ളതല്ല, അതിനെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെച്ചാൽ അതിനകത്തോട്ട് വരുന്ന ബാക്കി എണ്ണയില്ലയോ, അത് മാത്രമാണേ നമുക്ക് പച്ചക്കറി ഒന്ന് വാട്ടിയെടുക്കാനേ ഉള്ളൂ. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ എന്നാ വേവാ ഉള്ളത് അല്ലേ, അന്നേരം ഒന്ന് ആവി കയറുമ്പോഴത്തേനെ ഈ പച്ചക്കറി എല്ലാം അങ്ങ് വേവും. വെന്ത് കഴിഞ്ഞേച്ചാൽ അടുത്ത ഒരു പണി ചെയ്യുന്ന ഒരു ഇച്ചിരി പ്രയാസപ്പെട്ട പണി എന്ന് പറയുന്നത്, അതൊന്ന് കൈവാക്ക് എളുപ്പമാക്കുവാന്നേൽ ഏറ്റവും നല്ലൊരു ഡിഷായിരിക്കും ക്രിസ്മസിന് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മുന്തിരിങ്ങ ഇടാൻ പോകും. ആദ്യം നെയ്യിൽ ഇടുമ്പോൾ മുന്തിരിങ്ങയ്ക്ക് ഒരു പ്രത്യേക മണമുണ്ട്, പക്ഷേ ഇതിനകത്ത് നെയ്യ് നമുക്ക് വേണ്ട. സീഡ് ഉള്ളതോ അല്ലാത്തതോ ഏതാന്നേലും, ഇപ്പോൾ കറുത്ത മുന്തിരിങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല, അല്ല സാധാ മുന്തിരിങ്ങ ആണെങ്കിൽ അങ്ങനെ ആയാലും മതിയേ. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് കോരുക. ഈ മീനിൻ്റെ ആ വയറിനകത്ത് ഒരുപാട് നമുക്ക് സ്റ്റഫ് ചെയ്യാൻ ഒക്കുകയില്ല, ഒത്തിരിയേ പോകത്തുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ചുള്ളത് വറുത്തേച്ചാൽ മതി. കുറച്ച് ബ്രെഡ് കൂടെ ഇട്ട് അതും ഒന്ന് ബ്രൗൺ ആവുന്നത്, അതായത് നമ്മൾ ടൊമാറ്റോ സൂപ്പിനകത്തൊക്കെ ഇടുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതും ഇങ്ങനെ കോരാം. ഇതിടിയിരിക്കട്ടെ. ഇനി ബാക്കി വരുന്ന എണ്ണ എന്തോരമാണെന്ന് വെച്ചാൽ അത്ര മതിയേ. അതിനകത്തോട്ട് ആദ്യം നമ്മൾ ഇച്ചിരി സവാള ഇട്ടേച്ച്, ഒത്തിരി വേണ്ട, ഇതിപ്പോൾ ഞാൻ ഒരു മുഴുത്ത സവാള എടുത്തിട്ടുള്ളൂ. ഇത് നല്ലതായിട്ടൊന്ന് വാടണം. ഇതിനകത്താന്നേൽ വേവ് അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് വാടാനോ അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രിങ് ആവാനോ ചുരുങ്ങാനോ ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അന്നേരം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇച്ചിരി നേരം കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ റോ ടേസ്റ്റ് മാറാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. എന്നതാന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണേ. അതുകൊണ്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി രണ്ടും. പിന്നെ ഒരു ഇച്ചിരി പച്ചമുളകും. എരിവ് കണക്കാക്കിയാന്നേ. നമ്മളെ മീനേല ഇച്ചിരി കുരുമുളകും മുളക് പൊടിയും ഒക്കെ പുരട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റഫിങ്ങിനകത്താന്നേലും കുറച്ച് പച്ചമുളക് ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പച്ചമുളകിനാന്നേലും അധികം എരിവൊന്നുമില്ലേ, അതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളിയുടെ മൂപ്പ് അറിയാമല്ലോ അല്ലേ, അത് വേവാനായിട്ടുള്ള മൂപ്പല്ല, പക്ഷെ എന്നാലൊന്ന് വാടി അതൊന്ന് ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആവണം, അത്രയും മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ധൃതിയാന്നേ. ഇന്നാന്നേൽ ക്രിസ്മസ് ആയതുകൊണ്ട് എത്രയും ധൃതി കൂട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ നോക്കിയേ, ഉള്ളി ആന്നേൽ ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇച്ചിരി ബീൻസ് ഇടുക. ഞാനെല്ലാം ഇച്ചിരി ഇച്ചിരി അരിഞ്ഞു വെച്ചിട്ടുള്ളൂ, ഒത്തിരി ഒന്നും അരിയാൻ പോയില്ലേ. മീനിനകത്ത് എന്തോരം കൊള്ളൂ അല്ലേ, അന്നേരം ആ കണക്കിനുള്ളതേ ഞാൻ അരിഞ്ഞിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നൂറ് ക്യാബേജ്, ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ്, ഒരു ഇച്ചിരി നല്ല മുളക് പൊടി ഇടണം. ഒരു ഇച്ചിരി പുതിന ഇലയും ഒരു ഇച്ചിരി മല്ലിയിലയും. കറിവേപ്പില ഇടാൻ നോക്കിയല്ലോ. അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ച്
നമുക്കൊരു ഇച്ചിരി സോയാ സോസ്, സോയാ സോസ് അല്ല, ടൊമാറ്റോ സോസ് ഒരു ഇച്ചിരി ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തു. അല്ലെങ്കിൽ ആദ്യമേ ഒരു ഇച്ചിരി ചേർത്ത് വെച്ചാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള പഞ്ചസാര, ഒരുപാട് ഇടണ്ട, ഒരു നുള്ള, ജസ്റ്റ് ഒരു കാരമലൈസ് ആവാൻ വേണ്ടി മാത്രം. അതായത് പഞ്ചസാര കരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓരോരോ ടേസ്റ്റ് ഉണ്ടാവുകയല്ലേ. ആ ഒരു കരിയുന്നതൊരു നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ എന്നാലും ചില ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ആ കരിയുന്ന ടേസ്റ്റും ഒരു ഇച്ചിരി നല്ലതാണ്. അതുകൊണ്ട് ഒരു നുള്ള ഇടാവുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് കൂന കൂട്ടി വെച്ചേച്ച് അതൊന്ന് ആവി കയറണേ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയാലൊന്നും അത്രയും അങ്ങോട്ട് വേവുകയില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഒരു ബൗൾ എടുത്തേച്ച് അതിനകത്തോട്ട് മീൻ മുങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു പാത്രം, എൻ്റെ ഈ പാത്രത്തിനകത്ത് മീൻ മുങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. അതിനകത്തോട്ട് മുട്ട അടിച്ചൊഴിക്കാം. അതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഈ മുട്ട അടിച്ചത് ഇവിടെ ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ നമുക്ക് ഇനി എന്നാന്നറിയോ, വലിയ ഫ്ലെയിമാണ് വേണ്ടേ. അന്നേരം എന്നാ ചെയ്യണം, ആവി കയറാൻ വെച്ച് നമ്മുടെ പച്ചക്കറി ഒന്ന് തുറന്ന് നോക്കാം, അതൊരു ഇച്ചിരിയേലും വെന്തോന്നേ. ഇത് ഇച്ചിരിയും കൂടി ഉണ്ട് ഇനി വേവാനായിട്ട്. അന്നേരം ഞാൻ ഇനിയിപ്പോൾ എൻ്റെ നേരം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചേച്ച്, നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതിന് നേരം കൊടുത്തത് അങ്ങ് വേവട്ടെ. എന്നാൽ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് കരിഞ്ഞു പോകാൻ ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് നിറച്ച് എണ്ണ, അതായത് നമ്മുടെ മീൻ കോരാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ഇതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒന്നും ഉണ്ടാക്കരുത്. ഇത് നാടൻ വിഭവമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എന്നാ ചെയ്യണം, വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി. പിന്നെ മീനിൻ്റെ ഒരു ഭാഗം മാത്രം നിറച്ചങ്ങ് മുങ്ങി കിടന്നേച്ചാൽ മതി, ഒത്തിരി അങ്ങ് മുങ്ങി കിടക്കണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് നമ്മുടെയും കൂടെ ഒരു സഹായത്തോടു കൂടി വേണം ഒന്ന് തിരിച്ച് മറിച്ച് നോക്കി ഇടാൻ. അല്ലാതെ നമ്മൾ ഒരു വശം നല്ലതായിട്ട് മൊരിഞ്ഞേച്ചാൽ പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞേച്ചല്ലേ മറിച്ചിടുന്നത്. അതല്ല, നമ്മളൊരു ഇച്ചിരി നേരം ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കിയേക്കണം. നോക്കി അയച്ചാൽ ആ സൈഡൊന്ന് മൊരിഞ്ഞെങ്കിൽ പതുക്കെ ഒന്ന് മറിച്ചിടണം. കാര്യം ആ സൈഡിനകത്ത് നമ്മൾ സ്റ്റഫിങ് ചേർക്കുന്നുണ്ട്. ബീൻസും ക്യാബേജും എല്ലാം നല്ലതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത് വാടിയാൽ മതി. പിന്നെ അന്നേരം നമ്മുടെ ആ സോസും എല്ലാം നല്ലതായിട്ട് അങ്ങ് ചേർന്നിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നില്ലേ റൊട്ടിയും മുന്തിരിങ്ങായും, അതും കൂടെ ഇതിനകത്ത് അങ്ങ് ചേർക്കാം. ഒത്തിരി മല്ലിയിലയും പുതിനായിലയും ഒക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങുന്നതിന് മുമ്പ് കുറച്ചങ്ങ് ചേർത്തേച്ചാൽ മതി. ആദ്യം നമുക്ക് ഈ മീൻ അങ്ങോട്ട് എടുത്തേച്ച് ഇതിൻ്റെ വയറ്റിനകത്തോട്ട് നമ്മുടെ ഈ സ്റ്റഫിങ് ഫുൾ ചേർക്കണം. ഈ മീനിനെ നമ്മൾ മുട്ടയിലോട്ട് മുക്കണം. നമ്മളേതാ കട്ട്ലേറ്റൊക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ കൂട്ട്, അതിൻ്റെ അരപ്പൊന്നും അധികം പോവാതെ. ഈ നേരം ഉണ്ടെങ്കിൽ നല്ല മീൻ അങ്ങോട്ട് അരച്ച് വരട്ടി വറുത്തെടുത്ത് കഴിക്കാമെന്ന് തോന്നുകയല്ലേ. പക്ഷെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഈ ഡിഷ് കഴിക്കാൻ ഒക്കുകയല്ല. ക്രിസ്മസ് എപ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്ന കൂട്ടായി പോകും. അതൊക്കെയല്ല, നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി മെനക്കെടണേ. അന്നേച്ച് ഇത് സ്ട്രെയിറ്റ് എണ്ണയിലേക്ക് സാവധാനം ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാനേ ഒക്കത്തുള്ളൂ.
ഇത് കട്ട്ലേറ്റ് മാതിരി തന്നെ ഞാൻ ആ ഒരു എന്നാ പറയുന്നത് ആ കളറിലാണ് ഞാൻ വറുത്തെടുത്തത്. ഇത് കണ്ടോ, ഇതേപോലെ ഒരു ഫുൾ മീൻ ആക്കി വെച്ച് ഇതിനകത്ത് സ്റ്റഫിങ് ഉണ്ട്, എന്നുവെച്ചാൽ നിറയെ സാലഡും ഒരു കേക്കും ഒരു വൈനും ആണെങ്കിൽ ഒരു ലൈറ്റ് ഡിന്നർ ആവാൻ നല്ലതാണ്. അപ്പാർട്ട് ഫ്രം ക്രിസ്മസ് പറയുവാന്നേൽ ഇങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിന്നറൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നാ. പിന്നെ അങ്ങ് തീരെ വിശപ്പാണെങ്കിൽ ഒരു എന്നാ പറയുക 2 റൊട്ടി കഷ്ണവും കൂടെ വെച്ചോ. ഇതേപോലെയാണ് നമ്മുടെ സ്റ്റഫ്ഡ് ഫിഷ് വറുത്തെടുക്കേണ്ടത്. സാധാ മീൻ വറുക്കുന്ന കൂടൊന്നും വറുത്തെടുത്തേക്കത് ഇച്ചിരി മെനക്കേടാണോ എന്ന് ചോദിച്ചാൽ ആന്ന് താനും. ഇനി നമുക്ക് മാറ്റി ലാസ്റ്റ് മീനും ഇതും കൂടെ ഒന്ന് വറുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമേലേ വെക്കാവുള്ളൂ. കാര്യം എന്നാന്നോ, ഈ റൊട്ടിപ്പൊടി പെട്ടെന്ന് അങ്ങ് കയറി മൂക്കുവേ, അന്നേരം മീനൊട്ട് വേവുകയില്ല. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലാട്ടോ. എപ്പോഴും നമ്മൾ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ചെയ്യുമ്പോഴത്തേന് ബിരിയാണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയേ അല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് യു ക്യാൻ സെർവ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ, ഒരു തേങ്ങാപ്പാൽ ചോറാണ്. ഇനി നെക്സ്റ്റ് ഞാൻ അതിനുള്ള വേണ്ടി ചേരുവകൾ എന്നാന്ന് പറയാം. നമ്മുടെ മീൻ സെക്ഷൻ തീർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചോറിലോട്ട് കയറുവാന്നേ. ഇനി ആ മീനൊന്ന് ചെറിയ തീയെ കിടന്നൊന്ന് അതൊന്ന് മൊരിയട്ടെ. അന്നേരം ഞാൻ ഇതിന് വേണ്ടി സാധനം എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാ ബിരിയാണിക്ക് ചെയ്യുന്ന കൂട്ട് തന്നെ ഉള്ളൂ. ആദ്യം ഇത് ചെയ്യാനുള്ളത് ഇച്ചിരി നെയ്യേലാന്നേ. പിന്നെ ഒരു ഇച്ചിരി സവാള വേണം. സ്പൈസസ് ആയിട്ട് പട്ട, ഏലക്ക, പിന്നെയാണ് ഇച്ചിരി ഗ്രാമ്പു. ഇനി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇച്ചിരി പെരിഞ്ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതേലും മതി. പിന്നെ ഒരു ഇച്ചിരി തക്കാളി, ഇച്ചിരി തേങ്ങ തിരുമിയത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇച്ചിരി ഉപ്പ്. ഇത് തേങ്ങാപ്പാൽ ചോറായതുകൊണ്ട് നിറച്ച് തേങ്ങാപ്പാൽ വേണം. അരി വേവാനും വേണ്ടിയുള്ള തേങ്ങാപ്പാൽ വേണേ. പിന്നെ ഗാർണിഷ് ചെയ്യാൻ എന്താ നമ്മുടെ കയ്യിലുള്ള മല്ലിയിലയും കറിവേപ്പില വേണ്ട, മല്ലിയിലയും പുതിനയിലയും നിറച്ചിടണം. ഇതും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കറിവേപ്പില ഇറക്കുന്ന ഒരു സാധനമേ അല്ല. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അരി ഒന്ന് നെയ്യിൽ വറുത്ത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കണം. അതാ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു പാൻ എടുത്ത് വെച്ചാൽ അരി ഒന്ന് വറുക്കാവേ. ഇതിനകത്തോട്ട് പട്ട, കുറച്ച് ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പു, അരിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇതൊന്ന് പൊട്ടി വെച്ച് നമുക്ക് അരി അങ്ങോട്ട് വറുക്കാനിടാം. ഇതിനകത്തോട്ട് നമ്മൾ അരിയാണെങ്കിൽ ഞാൻ കഴുകി കുതിർത്ത് വെച്ച അരിയാന്നു, അത് ഇതിനകത്തോട്ട് ഇടണം. ഇപ്പം അരി നല്ലതായിട്ട് മൂത്തേച്ച അതിങ്ങനെ നമ്മൾ മൂക്കുന്ന പരുവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിങ്ങനെ ഈ പടപടപടപടപ്പെട്ടു അടിയുന്നത് തന്നെ, അത് തന്നെയാണ് കണക്ക്. അന്നേച്ച് പിന്നെ നമുക്ക് ചെറിയ തീയയിലോട്ട് വെച്ചേച്ച് ഇത് കുറച്ച് വെച്ചോട്ടെ. ഇതിപ്പോൾ കിടകിടകിട പൊട്ടുന്നുണ്ട്. അന്നേരം എന്നാ ചെയ്യണമെന്നറിയാമോ, ഈ നമ്മൾ അരി വേവേണ്ടത് മൊത്തം തേങ്ങാപ്പാലിലാണ്. അതായത് നമ്മൾ അരി വേവിക്കാൻ വേണ്ടി അതിൻ്റെ നികത്ത് വെള്ളം ഒഴിക്കുകയില്ല എന്ന് പറഞ്ഞ കൂട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ചോറിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ് കുറച്ചേ ഞാൻ ഇടത്തുള്ളൂ. എനിക്ക് എപ്പോഴും പേടിയാണ് ഉപ്പ് കൂട്ടാനേ. ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതിയല്ലോ. നെക്സ്റ്റ് ഒരു പാൻ വെച്ചേച്ച് ഇതേപോലെ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ട് അതിനകത്തോട്ട് ഒരു എന്നാ പറയുക, ഒരു പിഞ്ചല്ല, ഒരു ഇച്ചിരി പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ വെച്ചോ, അതും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി സവാള,
ഇതിനകത്ത് ഉള്ളി ഒത്തിരി മൂത്തൊന്നും പോകണ്ട, പക്ഷെ എന്നാൽ ആ ഗ്രേവി വേണം താനും, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ബ്രൗൺ അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അരി ഒന്ന് തിളച്ച് കഴിഞ്ഞ് അതിനെ ഇനി ഒന്ന് മൂടി വെച്ച് ചെറിയ സിമേ വെക്കണം. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി പകുതി ടൊമാറ്റോ ഇട്ടു. ഈ അരപ്പിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അരപ്പിനുള്ളത് മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലാതെ ഈ മൊത്തം ചോറ് കണ്ടുകൊണ്ട് ചേർക്കരുത്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മീറ്റ് മസാല. ഇനി ഈ പൊടി ആന്നേലും ഒരു ഇച്ചിരി ഒന്ന് വേവാനുണ്ട്, ആ തക്കാളിയൊക്കെ ആന്നേലും ഒന്ന് മാഷ് ആവാനുണ്ട്. അപ്പം നമ്മുടെ ബാക്കി ഇരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. അത് ഒത്തിരി ഒന്നും ഇല്ലേല ഒരു ഇച്ചിരി വെള്ളവും ചേർത്താലും മതി. എന്നാലും നമുക്ക് ഈ ഗ്രേവി ഉണ്ടല്ലോ, ആ ഒരു ഗ്രേവി ഇതിനകത്തോട്ട് ചേരാനുള്ള ഗ്രേവിയുടെ ഒരു സ്മൂത്ത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് വേണം. അപ്പോൾ ഈ അടയ്ക്കുന്നതിന് മുന്നേ എന്നാ ചെയ്യണം, കുറച്ച് മല്ലിയില ധാരാളം. കാരണം ഇങ്ങനെ ചെയ്താൽ മതി. തേങ്ങാപ്പാൽ തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു. എന്നാലും നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ ഇനി ഇതുണ്ടല്ലോ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് ഒന്ന് വേവാൻ വെക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത്. ഇതിനി നല്ലതായിട്ടൊന്ന് പറ്റി അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ബിരിയാണി ചേർക്കുന്നതുകൊണ്ട് ലെയറായിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ അത്രയും ചേർക്കുകയല്ല, ഞാൻ ഒരു താഴെ ലെയർ കൊടുത്തേച്ച് മുകളിൽ വൈറ്റ് റൈസ് ആയിട്ട് ചേർത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ 2 ഡിഷ് എന്ന് പറയുന്നത് സ്റ്റഫ്ഡ് ഫിഷും തേങ്ങാപ്പാൽ ചോറുമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇന്ന് ഞാൻ അച്ഛന് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സമയപരിമിതി കൊണ്ട് എന്നാണെന്നറിയാമോ, ഒത്തിരി ഒന്നും ഉണ്ടാക്കാൻ നോക്കുകയില്ല. പക്ഷേ എന്നാലും ഞാൻ നേരം കിട്ടിയപ്പോൾ അച്ഛന് കൊടുക്കാനായിട്ട് ഇതല്ലാതെ ഞാൻ ചെയ്തേക്കുന്ന ഇച്ചിരി മീൻപീര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഞണ്ടുകറി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇറച്ചി ഒലത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കൊതി വരുന്നില്ലായോ. അതാണ് ഇത്. ഞാൻ എന്തായാലും അച്ഛന് വരുമ്പോഴത്തേക്ക് നല്ല ഫീസ്റ്റായിട്ട് കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കോക്കനട്ട് സൂഫ്ലേ ഉണ്ട്. ഇതെല്ലാം വേണം. എന്ന് വെച്ചാൽ ഫീസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ വരുമ്പോൾ ഒരു നിറവോടുകൂടി വേണ്ടേ നമുക്കെല്ലാം കൊടുക്കാൻ. നിറവോടുകൂടി കൊടുത്താൽ മാത്രം പോരാ. ഇന്ന് മീനിൻ്റെ കളിയായിരുന്നേ ഈ അടുക്കളയ്ക്കകത്ത്. അന്നേരം അച്ഛൻ വരുമ്പോൾ ഉള്ള ഇമ്പ്രഷനും കൂടെ കളയണ്ട. ഞാൻ അടുക്കളയൊന്ന് വൃത്തിയാക്കി ഫുൾ പ്രസൻറ്റേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഉള്ള കറി ഏതൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന്, അതെല്ലാം ഞാൻ ഒരുക്കി വെച്ചേച്ച് ഇതിൻ്റെ കൂടെ എൻ്റെ മന്ദാരപ്പൂ അപ്പവും കൂടെ ഉണ്ട്.